ഐക്യരാഷ്ട്രസഭയിൽ ഗർജനമായി ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ഇന്ത്യയുടെ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ സുഡാപ്പികൾ കേന്ദ്ര സർക്കാരിനോട് നന്ദി പറയേണ്ടതാണ്. കാരണം ഇവരെപ്പോഴും പങ്കുവയ്ക്കുന്ന ഒരു വ്യാകുലതയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗർഭിണികളുടെയും മരണമെന്ന് പറയുന്നത്. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ ഇവർ മരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് ഇവർ എല്ലാ കാര്യത്തിലും, ഫലസ്തീൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഇറാന്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, ഇവർ വലിയ വ്യാകുലത പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴിതാ അതേ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വേണ്ടി ഇന്ത്യ UN-ൽ സിംഹഗർജനമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗർഭിണികൾക്കും വേണ്ടിയാണ് ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായ രീതിയിൽ നേരിട്ടു എന്നുള്ളതാണ് റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് തിങ്കളാഴ്ച സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞത്, ഒരു വശത്ത് അന്താരാഷ്ട്ര നിയമത്തെയും ഇസ്ലാമിക ഐക്യത്തെയും കുറിച്ച് വാചാലരാകുകയും മറുവശത്ത് വിശുദ്ധ റംസാൻ മാസത്തിൽ നിരപരാധികളായ ജനങ്ങൾക്കെതിരെ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരുതരം കാപട്യവും ഇരട്ടത്താപ്പുമാണ്. ഈ ആക്രമണങ്ങളിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് ഏത് രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൻ്റെയും UN ചാർട്ടറിൻ്റെയും നേരിട്ടുള്ള നഗ്നമായിട്ടുള്ള ലംഘനമാണ്. ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നും P. ഹരീഷ് തുറന്നടിച്ചു. 2026 മാർച്ച് 6 വരെ ഈ ആക്രമണങ്ങളിൽ 185 നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 55% സ്ത്രീകളും കുട്ടികളുമാണെന്നും P. ഹരീഷ് വിശദീകരിച്ചു. അയൽ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ഇസ്ലാമാബാദ് തന്നെ തീവ്രവാദ സംഘടനകളെ ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് തുടങ്ങിയ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഐക്യപ്പെടാൻ ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. പ്രത്യേകിച്ച് ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സംഘർഷം മൂലം അഫ്ഗാനിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നുവെന്നും ഇന്ത്യ സൂചിപ്പിക്കുന്നു. സംഘർഷം മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് അഫ്ഗാനിസ്ഥാനിലെ UN ഡെപ്യൂട്ടി പ്രത്യേക പ്രതിനിധി ജോർജ് ഗാഗ്നറും ആശങ്ക പ്രകടിപ്പിച്ചു. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികൾ അടച്ചു. ഇറാൻ മാത്രമാണ് വ്യാപാരത്തിനുള്ള ഏക മാർഗം. പക്ഷേ ഇവിടെ പോലും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം അവശ്യ വസ്തുക്കളുടെ വിലയിൽ വലിയ വർധനവിന് കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.